സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. വാണിയംകുളം മർദ്ദനക്കേസിലെ മുഖ്യപ്രതിയും ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിയുമായ സി രാഗേഷ് ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങി. പാർട്ടിക്ക് സമ്മർദ്ദമായതിന് പിന്നാലെയാണ് ഈ നാടകീയ കീഴടങ്ങൽ. വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ മേഖലാ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന 38 വയസ്സുള്ള വിനേഷിനെ മൃഗീയമായി മർദ്ദിച്ച കേസിലെ മുഖ്യപ്രതിയും ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിയുമായ സി രാഗേഷ് ഇന്ന് രാവിലെ 11:30 ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങി. രാഗേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് കേസിൽ നേരത്തെ റിമാൻഡിലായ മുഹമ്മദ് ഹാരിസ്, കെ സുർജിത്ത്, കിരൺ, രാജു എന്നിവരടക്കമുള്ള പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി ഒളിവിൽ പോയ രാഗേഷിന് പാർട്ടി സംരക്ഷണം നൽകുകയാണെന്ന പ്രതിപക്ഷ ആരോപണം CPM നേതൃത്വത്തിന് സമ്മർദ്ദമുണ്ടാക്കിയിരുന്നു. കേസിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്നാണ് CPM നേതൃത്വം പറയുന്നതെങ്കിലും കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആരോപണവുമായി BJP ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ രംഗത്തുണ്ട്. രാഗേഷിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിലെ ദുരൂഹത നീങ്ങുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് CC.